സോനം വാങ്ചുക്കിന്റെ കസ്റ്റഡിയിൽ പ്രതിഷേധിച്ച് ഡൽഹി ജന്തർ മന്ദിറിൽ വൻ ജനക്കൂട്ടം. ആയിരങ്ങളാണ് പിന്തുണയുമായി ജന്തർ മന്ദിറിലേക്ക് എത്തുന്നത്. സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്തത് നിയമവിരുദ്ധമായാണെന്ന് വി ശിവദാസൻ MP മീഡിയ വണ്ണോട് പറഞ്ഞു. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശിവദാസൻ രാജ്യസഭയിൽ നോട്ടീസ് നൽകി. സോനം വാങ്ചുക്കിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ജനാധിപത്യപരമായി സമാധാനപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ വേട്ടയാടുന്ന സമീപനവും തുടരുകയാണ്. ഇപ്പോൾ ഒരു പോലീസിൻ്റെ ഒരു വലിയ നിലയിലുള്ള മിലിറ്ററി ക്യാമ്പ് എന്നുള്ളതുപോലെയാണ് ഇപ്പോഴിവിടെ കാണുന്ന ചിത്രം. അതിനെതിരായി വിദ്യാർത്ഥികൾ നടത്തുന്ന അതിശക്തമായിട്ടുള്ള സമരത്തെ പിന്തുണച്ചുകൊണ്ട് പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധ ശബ്ദം ഉയർത്തുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള സമീപനം. ലാൽകുമാർ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന്. ലാൽ, നാളെ പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കുന്നു. ഈ ജന്തർ മന്ദിറിലെ പ്രക്ഷോഭം പുതിയ തലത്തിലേക്ക് കടക്കുന്നു. കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയായിരിക്കും ഇനി ദില്ലി പോലീസിന്റെ നീക്കം, ഒപ്പം ഈ സമരക്കാരുടെ നീക്കങ്ങൾ? സൈഫുദ്ദീൻ, നമുക്ക് കാണാം, ഈ ചുറ്റും നമുക്ക് കാണാം, ആയിരങ്ങളാണ് ഇവിടെ അണിനിരന്നിരിക്കുന്നത് ഈ സമരവുമായി. ഇന്നലെ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷം ഇവിടെ വലിയ ആൾക്കൂട്ടമാണ് വന്നുകൊണ്ടിരുന്നത്. അത് ഇപ്പോഴും തുടരുന്ന കാണാം. പ്രതിഷേധം ഇരമ്പുന്നു. ഇവിടെ ആയിരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞിട്ടും പ്രതിഷേധത്തിനൊരു കുറവുമില്ല. അകത്ത് പ്രതിഷേധക്കാർ തമ്പിടിച്ചിരിക്കുന്നു, പുറത്തും തമ്പിടിച്ചിരിക്കുന്നു. ഇവിടെ അഭിജിത്ത് ദീപ്കെ ഉൾപ്പെടെയുള്ളവർ പുറത്താണ്. ഈ സമരം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. നാളെ പാർലമെന്റിലേക്കുള്ള മാർച്ച് തുടങ്ങുന്നതിന് മുമ്പോടിയായിട്ടുള്ള ഈ സമരം വലിയൊരു തലത്തിലേക്ക് കടക്കുകയാണ്. നമുക്കിവിടെ കാണാം, ഓരോ ആൾക്കൂട്ടം ചെറിയ ചെറിയ ആൾക്കൂട്ടങ്ങളായി തമ്പടിച്ചുകൊണ്ട് അവർ മുദ്രാവാക്യം വിളിക്കുന്നു. വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യങ്ങൾ മുദ്രാവാക്യത്തിലൂടെ അറിയിക്കുന്നു. അവരുടെ പ്രതിഷേധം ഇവിടെ ഒരു കടലായി ഇരമ്പുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, അകത്ത് SFI നേതാക്കൾ ഉൾപ്പെടെ നിരാഹാരം കിടക്കുന്നുണ്ട്. മറ്റു വിദ്യാർത്ഥികൾ, CJPയുടെ പ്രവർത്തകരായാലും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെ നിരാഹാരം കിടക്കുന്നുണ്ട്. അവരുടെ നിരാഹാര സമരവും പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഈ വിദ്യാർത്ഥികൾ, ഡൽഹിയിലുള്ള മാത്രമല്ല മലയാളികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അങ്ങേ തലത്തിലുള്ള കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ വിദ്യാർത്ഥികൾ ഈ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ട്. പക്ഷെ മാർച്ചിന് ഇതുവരെ ഡൽഹി പോലീസ് അനുമതി നൽകിയിട്ടില്ല. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി പോലീസ് ഇതുവരെ അനുമതി നൽകാത്തത്. എന്നാൽ അത് മറികടന്നുകൊണ്ട് CJP പാർലമെന്റ് മാർച്ച് നയിക്കുമെന്ന കാര്യമാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ രാജ്യസഭയിലായാലും ലോകസഭയിലായാലും അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഈ വിഷയം കാണണമെന്നാവശ്യപ്പെട്ട് വിവിധ MPമാർ ഈ വിഷയത്തിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കാരണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടെ അവർ ഉന്നയിക്കുന്നുണ്ട്. കാര്യം 20-ലധികം വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. വിദ്യാർത്ഥികൾ ഇപ്പോഴും തെരുവിലാണ്. കഴിഞ്ഞ 20 ദിവസത്തിലധികമായി വിദ്യാർത്ഥികൾ തെരുവിലാണ്. രാജ്യത്തെ നയിക്കേണ്ട വിദ്യാർത്ഥികൾ, രാജ്യത്തിന്റെ ഭാവി തലമുറ തെരുവിൽ നിൽക്കുമ്പോൾ ഈ സഭ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നാണ് നേരത്തെ MPമാർ അറിയിച്ചത്. ശിവദാസൻ ഉൾപ്പെടെ, അതേപോലെ AAP MP ആയ സഞ്ജീവ് സിംഗ് ഉൾപ്പെടെയുള്ളവർ നാളെ ഇത് ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം, വലിയ പതാകകൾ, CJPയുടെ പതാകകളല്ല, അവർ രാജ്യത്തിന്റെ പതാക ഉയർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ പ്രശ്നം എന്ന നിലയിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ ഇതിനെ അഭിസംബോധന ചെയ്യുന്നത്. അത്തരത്തിൽ പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്ന കാര്യമാണ് സൈഫുദ്ദീൻ നമ്മൾ കാണുന്നത്. നമ്മൾ ഒരുപക്ഷെ പലരും ഇത് മൂടിവെക്കാൻ നോക്കി, സമരത്തെ അടിച്ചമർത്താൻ നോക്കി. അതിന്റെ ഭാഗം തന്നെയാണ് സോനം വാങ്ചുക്കിനെ ഇവിടെ നിന്നും ബലമായി പിടിച്ചുകൊണ്ട് മാറ്റിയത്. ഇന്നിപ്പോൾ കോടതി ആ വിഷയത്തിൽ അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഹർജി കേട്ടു. എന്നാൽ ആ വിഷയത്തിൽ കോടതി ഇടപെട്ടിട്ടില്ല. എന്നാൽ കേന്ദ്ര സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. കേന്ദ്രം കൃത്യമായി അദ്ദേഹത്തിന്റെ മെഡിക്കൽ കണ്ടീഷനുകൾ കോടതിയെ അറിയിക്കണം എന്നുള്ള കാര്യം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി ഈ പറയുന്ന പോലെ സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റിയോടുകൂടിയാണ് പ്രതിഷേധം കൂടുതൽ ആളിക്കത്താൻ തുടങ്ങിയത്. നമുക്ക് കാണാം, ഇവിടെ വലിയൊരു ആൾക്കൂട്ടം ആ പ്രതിഷേധം ഏറ്റെടുക്കുന്നത് കാണാം. അഭിജിത്ത് ദീപ്കെ ഉൾപ്പെടെ ഉള്ളവർ ഈ പ്രതിഷേധക്കാർക്കിടയിൽ തന്നെയുണ്ട്. ഈ നിരാഹാരം തുടങ്ങുന്നവരുൾപ്പെടെ ഇവിടെയുണ്ട്. അവരും വലിയൊരു ആവേശത്തിലാണ്. നാളെ SFIയുടെ മാത്രം 1000-ലധികം വിദ്യാർത്ഥികൾ എത്തുമെന്നാണ് പറഞ്ഞത്. മാത്രമല്ല, ഇവർ രക്ഷിതാക്കളെയും കുട്ടികളെയും ഉൾപ്പെടെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ പുതുതായി വന്ന അല്ലെങ്കിൽ നീറ്റിന്റെ പബ്ലിഷ് ചെയ്ത പുതിയ റിസൾട്ടിൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന വിദ്യാർത്ഥികൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അവർ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, തന്റെ മാർക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്ത മാർക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഉൾപ്പെടെയുള്ള ആരോപണം. പുതിയ മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് അല്ലെങ്കിൽ പുതിയ റിസൾട്ടിനകത്ത് പോലും പ്രശ്നങ്ങളുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. ആ തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട്, രാജ്യത്തെ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. അതിന് പരിഹാരം കാണണമെന്നാണ് അവരുടെ ആവശ്യം. സൈഫുദ്ദീൻ.
യെസ്, അപ്പോൾ അഭിജിത്ത് ദീപ്കെ അടക്കമുള്ള നേതാക്കൾ ഇപ്പോഴും സമരക്കാർക്കിടയിൽ എവിടെയോ ഉണ്ട്. അത് ആ സമരത്തിന് പുതിയ രൂപവും ഭാവവും കൈവരികയാണ്. സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് മാറ്റിയാൽ ഒരു പക്ഷേ ഈ CJPയുടെ ഈ സമര പരിപാടി അവസാനിക്കും എന്ന ധാരണയായിരുന്നു കേന്ദ്ര സർക്കാരിനൊപ്പം ദില്ലി പോലീസിനും ഉണ്ടായിരുന്നതെങ്കിൽ അതിന് വേറൊരു നിലയ്ക്ക് ചൂടുപിടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നാളെ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നു. ഇതിൻ്റെ ഒരു തുടർച്ച തീർച്ചയായും പാർലമെന്റിനകത്തേക്കും പടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വം, അപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളൊന്നും ഇതുവരെ ഈ സമരം ഏറ്റെടുക്കുകയോ അതിൽ പങ്കെടുക്കാനോ വന്നിട്ടില്ല. CPMന്റെ അടക്കം നേതാക്കൾ എല്ലാ ദിവസവും അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇനിയിപ്പോൾ ലാൽ, ഇതിനകത്ത് കോൺഗ്രസ് നേതാക്കൾ ആരും ഇത് ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസ് മൊത്തത്തിൽ CJPയുടെ സമരം ഒരു വഴിക്ക് നടക്കട്ടെ, ഞങ്ങളുടെ സമരം മറുവഴിക്ക് എന്ന ലൈനായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷെ നാളെ പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കെ കേന്ദ്ര സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് CJPയുടെ ഈ സമര പരിപാടിയും ഒപ്പം സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരവും ഒക്കെ. കോൺഗ്രസിന് ഇത് ഏറ്റെടുക്കേണ്ടി വരുമോ? കൂടുതൽ മുതിർന്ന പ്രതിപക്ഷ നേതാക്കൾ ഇതിനോട് സഹകരിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണോ? സെയ്ഫ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ കോൺഗ്രസ് നേരിട്ട് ഇവർക്കൊരു പിന്തുണ, CJPക്ക് ഒരു പിന്തുണ നൽകുന്ന നില ഉണ്ടായിട്ടില്ല. എന്നാൽ സോനം വാങ്ചുക്കിനെ മാറ്റിയതോടുകൂടി അദ്ദേഹത്തിന് പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു, രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നാളെ പാർലമെന്റിൽ നമ്മൾ കാണാൻ പോകുന്നതും ഇത് തന്നെയായിരിക്കും. കോൺഗ്രസ് ഒരു സമാന്തരമായുള്ള പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ മറ്റൊരു തരത്തിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡെറാഡൂണിൽ കണ്ടത്. അത്തരത്തിലുള്ള പ്രതിഷേധവുമായിട്ട് കോൺഗ്രസ് മറ്റൊരു തലത്തിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇവിടേക്ക് വന്നിട്ടില്ല. നേരത്തെ പല കോൺഗ്രസ് നേതാക്കളും സോനം വാങ്ചുക്കിന് പിന്തുണയുമായി അല്ലെങ്കിൽ ഈ സമരം അവസാനിപ്പിക്കണമെന്ന തലത്തിലുള്ള പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും നേരിട്ട് ഈ സമരത്തിന് പിന്തുണയുമായി വേദിയിലേക്ക് എത്താനൊന്നും അവർ തുനിഞ്ഞിട്ടില്ല. നാളെ ഇരു സഭകളിലും ഈ വിഷയം വരുന്നതോടുകൂടി ഏത് തരത്തിലാണ് അവരുടെ പ്രതികരണം എന്നതിൽ കാണേണ്ടതുണ്ട്. കാരണം ഈ വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടപ്പെട്ട കാര്യത്തിൽ അല്ലെങ്കിൽ അതിൽ പരിഹാരം കാണണം, കേന്ദ്രമന്ത്രി രാജിവെക്കണം എന്ന കാര്യത്തിൽ ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമില്ല. അത് കോൺഗ്രസിനായാലും CPMനായാലും പ്രതിപക്ഷ കക്ഷികൾക്ക് ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമില്ല. അല്ലെങ്കിൽ ആ സമരം CJPയുടെ സമരം പിന്തുണയ്ക്കണോ എന്നുള്ള കാര്യത്തിൽ മാത്രമായിരിക്കാം ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം. കാരണം മുൻ അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണമെന്ന്. അപ്പൊ അത്തരത്തിൽ നാളെ സഭയിലേക്ക് എത്തുമ്പോൾ ഈ വിഷയം ഏത് രീതിയിലാണ് അവർ ചർച്ച ചെയ്യുക, പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേർന്ന് തീരുമാനിക്കും. അത്തരത്തിൽ ഈ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട്, ഇത് മാത്രമല്ല പല വിഷയങ്ങൾ വരുന്നുണ്ട്. രാജ്യത്തെ ക്ഷേത്രങ്ങളിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊള്ളയുടെ വിഷയങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിൽ ഏത് പ്രാധാന്യത്തോടു കൂടിയാണ് പ്രതിപക്ഷം ഈ വിഷയം നാളെ സഭയിൽ കൈകാര്യം ചെയ്യുക? മാത്രമല്ല CJPയുടെ സമരത്തിൽ നാളത്തെ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ അവർ ക്ഷണിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അത്തരത്തിൽ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ആ ഘട്ടത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കിക്കാണണം. ഈ CJPയുടെ സമരത്തിന് പിന്തുണയുമായിട്ട് അവർ എത്തുമോ എന്നുള്ള കാര്യം പ്രതീക്ഷിക്കണം. അതേപോലെ തന്നെ SFI പൂർണ്ണമായും ഈ സമരത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. SFIയുടെ 1000-ലധികം പേർ SFIക്കാർ തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുള്ള കാര്യം SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അദ്ദേഹം ഇവിടെ നിരാകാരം കിടക്കുന്നുണ്ട്. ഇതിന് പിന്തുണയുമായിട്ട് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ NSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ അല്ലെങ്കിൽ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ഇതിന് പിന്തുണയുമായി എത്തുമോ എന്നുള്ള കാര്യം അറിയാനുണ്ട്. അതേപോലെ തന്നെ ഇതിനെ എങ്ങനെയാണ് കേന്ദ്രം നേരിടാൻ പോകുന്നത് അല്ലെങ്കിൽ ഡൽഹി പോലീസ് നേരിടാൻ പോകുന്നത്? ഒറ്റയടിക്ക് തന്നെയാണ് പോലീസ് നേതൃത്വം മാറുന്ന, ഒറ്റയടിക്ക് തന്നെയാണ് ഇവിടുന്ന് സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് നീക്കുന്നത്. അത്തരത്തിൽ സമരക്കാരെ അടിച്ചമർത്താനുള്ള നീക്കം ഉണ്ടാകുമോ എന്നുള്ള കാര്യം അതിനവർ ഇന്ന് തന്നെ കാരണം പറഞ്ഞിട്ടുണ്ട്. അനുമതി നിഷേധിച്ചിട്ടുണ്ട്. നാളെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ അനുമതി ഇല്ല എന്നുള്ള കാര്യം ഡൽഹി പോലീസ് അറിയിച്ചിട്ട് തന്നെയുണ്ട്. അപ്പൊ ഈ സമരത്തെ അടിച്ചമർത്താൻ എങ്ങനെയാണ് ഡൽഹി പോലീസ് നോക്കുന്നത് എന്നുള്ള കാര്യം ഇന്നലെ നമ്മൾ കണ്ടു. ഇവിടെ സമരം ചെയ്യുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിൽ ഇവിടെ എങ്ങനെയാണ് അല്ലെങ്കിൽ നാളെ എങ്ങനെയാണ് ഈ സമരം നിയന്ത്രിക്കുക അല്ലെങ്കിൽ മാർച്ച് നിയന്ത്രിക്കുക എന്നുള്ള കാര്യം നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. സൈഫ്.